ചെമ്പേരി പൂപ്പറമ്പിൽ അതിഥിത്തൊഴിലാളി കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. സഹോദരി ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. കുടിയാനമല പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽപ്പെട്ട പൂപ്പറമ്പിലാണ് ഇന്നലെ 9:30 ഈ സംഭവം നടന്നത്. അസം സ്വദേശിയായ ഫിലിപ്പിനെ കുളിമുറിയിൽ കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിലായിരുന്നു കണ്ടെത്തിയത്. സഹോദരി ഭർത്താവായ രമേശനാണ് കൃത്യം ചെയ്തത്. മദ്യപാനവും കുടുംബപ്രശ്നവുമാണ് കൊലയ്ക്ക് കാരണമെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. കൊലക്കുപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. എത്ര മണിക്കായിരുന്നു ഇന്നലെ സംഭവം നടന്നത്? എനിക്ക് തോന്നുന്നു ഒരു 8:30, 9 മണി, 9:30-ക്കുള്ളിലായിരിക്കണം. നമ്മളൊക്കെ അറിഞ്ഞു വന്നപ്പോഴും 10:30 ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പം ഇവർ ഭാര്യ സഹോദരിമാർ എന്തോ ബന്ധമുണ്ട്. അത് തമ്മിലുള്ള കുടുംബ വഴക്കായിരിക്കണം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇവർ കുറേ ആയി. ഇവർ ഇവൻ്റെ കൂടെ കല്ലിൻ്റെ കെട്ടിൻ്റെ പണിയൊക്കെ ആയി 5 വർഷം കണ്ടായി. പുള്ളി കോൺട്രാക്ടറാണ്. ഒന്നുമില്ല, ഇല്ല, അവരങ്ങനെ സാധുവായിരുന്നു, പ്രശ്നക്കാരൊന്നും അല്ലായിരുന്നു. ശ്രദ്ധപ്പെട്ടില്ല. ഇന്നലെ എന്തുകൊണ്ടായ നമ്മൾ വന്നപ്പോഴേക്കും പോലീസ് ഇവിടെ ഇതാക്കിയായിരുന്നു. എനിക്കൊന്നും കാണാൻ പറ്റിയില്ല, കണ്ടവരുണ്ട് കുറച്ച് പേര്. അത് കഴിഞ്ഞപ്പോഴേക്കും പോലീസ് വന്നു. പിന്നെ അവർക്ക് 4 കസേരയൊക്കെ ഇട്ട് കൊടുത്തു. അവരിരുത്തി അവർക്ക് ചായ വിടുന്നു, ബാലൻ്റെ കടയിൽ നിന്ന് ചായയൊക്കെ വെച്ചു. അത്രയും അവരുടെ കൈക്ക് മുറിവുണ്ട്. അദ്ദേഹം കൊണ്ടുപോയി, കൂടുതൽ ഒരാളെയും കൊണ്ടുപോയി. ആ പുള്ളിക്കാർ ആ ചെക്കം ഒരു 3 ദിവസമായുള്ളൂ വന്നിട്ടെന്നാണ് പറഞ്ഞത്. 3 ദിവസമായെന്ന് പറഞ്ഞു. അപ്പോൾ അവനെയും കൊണ്ടുപോയി കൂടുതൽ. മദ്യവയ്ക്കലുണ്ട് അവൻ സ്ഥിരമായിട്ട്. അത് എനിക്കറിയാവുന്ന കാര്യം. മദ്യവയ്ക്കലുണ്ട്. ബാക്കി നമുക്കറിയാം. അല്ല, അവരുടെ കുടുംബ വഴക്കിൻ്റെ കൂടുതൽ ഇതുമായിരിക്കാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ചെയ്യാമല്ലോ. ആരും കണ്ടവരൊന്നുമില്ല. സൗണ്ട് കേട്ടിട്ട് ആൾക്കാരെ ഇല്ലു എന്നാണ് പറഞ്ഞത്. ഞാൻ എത്തിയപ്പോഴും 10:30. ഞാൻ അറിഞ്ഞു കേട്ട് വന്നപ്പോഴും 10:30. അന്നേരത്തേക്കും പോലീസ് ഇവിടെ എത്തിയായിരുന്നു. എന്തായാലും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിരന്തരമായിട്ട് വാക്കുതർക്കങ്ങൾ അവർ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ അതൊരു കൊലപാതകത്തിലേക്ക് പോകും എന്നൊരു ചിന്ത പോലും അവർക്കുണ്ടായിരുന്നില്ല. ഇന്നലെ 9:30 ആ ഒരു വാക്കുതർക്കം, മദ്യലഹരിയിലുണ്ടായ ഒരു വാക്കുതർക്കം അത് കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഒരു 8 വർഷത്തോളമായി ഈ പൂപ്പറമ്പിൽ താമസിക്കുന്ന ആളുകളാണ് ഈ 2 പേർ. ഇവിടെ കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു. ഇന്നലെ ആ ഒരു മദ്യലഹരി ഉണ്ടായ സംഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ബാക്കി നടപടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ നടപടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിനായി പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജനറ്റ്.